3 ഭീകര സംഘടനകളാണ് പാകിസ്ഥാന്റെ പരിശീലനം സിദ്ധിച്ച് കശ്മീരിൽ വേരുകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. ലഷ്കർ ഇ തോയിബ, ജയ്ഷെ ഇ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ. ഈ 3 ഭീകര സംഘടനകൾക്കും പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അവർ ഒരിക്കലും അസ്തമിക്കുന്നില്ല. 2019 മോദി സർക്കാർ നടത്തിയ ഇടപെടലിനെ തുടർന്ന് അല്പം പത്തി താഴ്ത്തിയെങ്കിലും അവർ പാകിസ്ഥാന്റെ പിന്തുണയോടെ കാത്തിരിക്കുകയായിരുന്നു. അവരാണിപ്പോൾ ഉയർത്തു വന്നിരിക്കുന്നത്. അവരെ മൂടോടെ പഴുതെറിയേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. ആ ബാധ്യതയാണ് ഇന്ത്യ ഏറ്റെടുക്കാൻ പോകുന്നത്. അത് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും കുറച്ച് സാവകാശം വേണം. കാരണം ഒരു രാജ്യത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ആ രാജ്യത്തിനെതിരെ തെളിവുകൾ ശേഖരിച്ച് മാത്രമേ ആക്രമിക്കാൻ കഴിയൂ. പക്ഷേ ഇന്ത്യക്ക് നിശബ്ദമായിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യ ആക്രമിക്കൂ എന്നൊക്കെ പറയുന്നത് അത് ബോധപൂർവം ചിലർ ഇന്ത്യ വിരുദ്ധ താല്പര്യത്താൽ പറയുന്നതാണ്. കാരണം അവർക്കറിയാം ഇപ്പോൾ ചാടി ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടായെന്ന് വരാം. മാത്രമല്ല അപ്പോഴേ അവർക്ക് മോങ്ങാനും നിലവിളിക്കാൻ കഴിയൂ. ഭാരതത്തിന്റെ സൈന്യത്തെ ആരുമൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ടതില്ല. ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കാനുള്ള കെൽപ്പും ദൃഢനിശ്ചയവും നമ്മുടെ സൈന്യത്തിനുണ്ട്. ആ സൈന്യത്തെ കൃത്യമായി നിയന്ത്രിക്കാനും നയിക്കാനുമുള്ള ശേഷിയും ശേമുഷിയും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനുമുണ്ട്. അവർ തക്കതായ സമയത്ത് പണി കൊടുത്തിരിക്കും. കട്ടായമാണ്. പാകിസ്ഥാൻ സമയം കുറിച്ച് കാത്തിരുന്നാൽ മാത്രം മതി.